പാർവണ. രചന സംഭാഷണം രുദ്രപ്രിയ. പിന്തിരിഞ്ഞു പോകുന്ന ജീവനെ നോക്കി കണ്ണും തള്ളി നിൽക്കുകയാണ് വർണ്ണ. അവളുടെ ആ ഒരു ഭാവം കണ്ടപ്പോൾ പ്രിയയ്ക്ക് ശരിക്കും ചിരിയാണ് വന്നത്. എന്തിനടി നീ ഇങ്ങനെ വായും തുറന്ന് കണ്ണും തള്ളി നിൽക്കുന്നത്? പ്രിയയുടെ ചോദ്യം കേട്ട വർണ്ണ പെട്ടെന്ന് പ്രിയയെ നോക്കി. എന്നാലും എൻ്റെ പ്രിയേ, നീ എന്നോടെങ്കിലും ഇതൊന്ന് പറയേണ്ടതായിരുന്നു. എപ്പോഴാടി നീ എന്നോടിങ്ങനെ വിളിക്കാനൊക്കെ തുടങ്ങിയത്? കുഞ്ഞു പരിഭവത്തോടു കൂടിയാണ് വർണ്ണ അത് പറഞ്ഞത്. നിന്നോട് പറയാത്ത എന്തെങ്കിലും രഹസ്യം എനിക്കുണ്ടോ പെണ്ണെ? പലതവണ ഈ ഒരു കാര്യം നിന്നോട് പറയണമെന്ന് കരുതി, പക്ഷെ അപ്പോഴൊന്നും എനിക്ക് അതിനുള്ള അവസരം കിട്ടിയില്ല. ഈ ഒരു കാര്യത്തിൽ നീ എന്നോട് പിണങ്ങരുത് വർണ്ണ, എനിക്കത് സഹിക്കാനില്ല. രണ്ടുപേരും കൈകോർത്ത് പിടിച്ച് ക്യാൻറ്റീനിലേക്ക് വന്നിരുന്നു. വർണ്ണ, നിനക്ക് എങ്ങനെ ആളെ ഇഷ്ടപ്പെട്ടോ? അതെന്തൊരു ചോദ്യമാടി പെണ്ണെ, ആർക്കാ ഇഷ്ടപ്പെടാത്തത്? സൂപ്പർ സെലക്ഷൻ അല്ലേ? എന്നാലും ഒരു കോളേജ് ലെക്ചററെ വളച്ചെടുക്കാനുള്ള പ്രാപ്തിയൊക്കെ നിനക്കായോ പെണ്ണെ? വർണ്ണ ചിരിച്ചുകൊണ്ടാണ് ചോദിച്ചത്. വളച്ച കാര്യമൊന്നും പറയണ്ട. ഈ കോളേജിലെ സകലമാന കോഴികളും നല്ലവണ്ണം തീറ്റയൊക്കെ ഇട്ട് നോക്കിയതാണ്. പക്ഷേ എന്തുകൊണ്ടോ സാർ അതിലൊന്നും വീണില്ല. ഓരോ നെന്മണിയിലും അത് കഴിക്കേണ്ടവൻ്റെ പേരെഴുതി ചേർത്തിട്ടുണ്ടെന്ന് ആരോ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ കാര്യത്തിൽ എനിക്കത് ഉറപ്പായി. ഈ നെന്മണിയിൽ എൻ്റെ പേര് തന്നെയാണ് എഴുതിയിരിക്കുന്നതെന്ന്. അത് കേട്ടപ്പോൾ വർണ്ണ അറിയാതെ പൊട്ടിച്ചിരിച്ചു. പ്രിയ അവളെ തന്നെ ഏറെ നേരം നോക്കിയിരുന്നു. വർണ്ണയെ നോക്കിയിരുന്ന പ്രിയയുടെ കണ്ണുകൾ ഒരു വേള നിറഞ്ഞു. എത്ര നാളായി മോളെ നീ ഇങ്ങനെ ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ട്. ഇപ്പോൾ എനിക്ക് എന്ത് സന്തോഷമാണെന്നറിയാമോ? നീയും എൻ്റെ ഏട്ടനും ഒരുപാട് കാലം ഇങ്ങനെ സന്തോഷത്തോടു കൂടി ജീവിക്കണം. എനിക്കിപ്പോൾ സന്തോഷമാണ് പ്രിയ, ഒരുപാട് സന്തോഷം. നിൻ്റെ ഏട്ടനെ ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. നിൻ്റെ ഏട്ടൻ എന്നെയും. പരസ്പരം ഞങ്ങൾ സ്നേഹിച്ച് തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ മുൻകൈയെടുത്ത് എൻ്റെ കാര്യം കൂടി ഏട്ടൻ്റെ മുമ്പിലൊന്ന് അവതരിപ്പിക്കണേ മോളെ. നിനക്കറിയില്ലേ പ്രിയ, ശിവേട്ടനെ, നിൻ്റെ എന്തെങ്കിലും ആഗ്രഹത്തിന് ശിവേട്ടൻ എതിരെ നിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതില്ല. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? സാറൊരു ഓർഫനാണ്. സ്വന്തമെന്ന് പറയാൻ ആരുമില്ല. ഒരനാഥാലയത്തിലാണ് വളർന്നത്. അവിടെയുള്ള ഫാദറിൻ്റെ കാരുണ്യം കൊണ്ടാണ് വളർന്നതും പഠിച്ചതുമെല്ലാം. ഇപ്പോൾ 5 വർഷമായി ജോലിയൊക്കെ കിട്ടിയിട്ട്. ഇനിയൊരു കാര്യം കൂടി പറയാം. നമ്മുടെ വീടിൻ്റെ 4 വീട് മാറി ഇടയ്ക്കൊരു പുതിയ വീട് വെച്ചത് സാറിൻ്റെ വീടാണ്. സാറിപ്പോൾ അവിടെയാണ് താമസിക്കുന്നത്. എന്നെ കാണുന്നതിന് വേണ്ടിയാണ് സാർ അവിടെ സ്ഥലം വാങ്ങി വീട് പണിയെല്ലാം ചെയ്തത്. അമ്പടി ഭയങ്കരി. അപ്പോൾ അത്രയും ഡെവലപ്മെൻറ്റ്സൊക്കെ നടന്നിട്ട് ഇപ്പോഴാണ് അവൾക്ക് എന്നോട് പറയാൻ തോന്നിയത്. സാറിനിപ്പോൾ തന്നെ വയസ്സ് 30ആയി. ഓർഫനേജിലെ ഫാദർ പല വിവാലോചനകളും സാറിന് കൊണ്ടുവരുന്നുണ്ട്. ഇന്നലെയാണ് സാർ എന്നെക്കുറിച്ച് ഫാദറിനോട് സംസാരിച്ചത്. ഫാദർ നേരിട്ട് വന്ന് നമ്മുടെ വീട്ടിൽ പറഞ്ഞ് ആർക്കും ഒരു ഷോക്ക് ആകണ്ടെന്ന് കരുതിയാണ് നിന്നോട് ആദ്യം പറഞ്ഞത്. നീ ഇത് എങ്ങനെയെങ്കിലും ഏട്ടൻ്റെ മുമ്പിൽ ഒന്ന് അവതരിപ്പിച്ച് ഇക്കാര്യത്തിൽ ഒരു പരിഹാരം കണ്ടെത്തി തരണം. ഇതിനാണോടി ഈ ദുഷ്ടയെ ഞാൻ കോളേജിൽ വന്നാലേ പറ്റുമെന്ന് പറഞ്ഞ് നീ വീട്ടിൽ ബഹളം ഉണ്ടാക്കിയത്? ഞാനും വിചാരിച്ചു പോയല്ലോ നിനക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് എന്നെ കോളേജിൽ വരാൻ നീ നിർബന്ധിച്ചതെന്ന്. എന്തായാലും എൻ്റെ നാത്തൂൻ ആദ്യമായി എന്നോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമല്ലേ? ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്നത് ചെയ്യാം. വർണ്ണ അത് പറഞ്ഞപ്പോൾ പ്രിയയുടെ മുഖം പൂത്തിരി കത്തിച്ചതുപോലെ തിളങ്ങി. പക്ഷേ ശിവേട്ടൻ്റെ മുന്നിൽ എങ്ങനെ ഇത് അവതരിപ്പിക്കുമെന്നുള്ള ചിന്ത വർണ്ണയിലുണ്ടായിരുന്നു. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് ഗ്രൗണ്ടിലേക്ക് വന്നതും അവരെ കൂട്ടുന്നതിനായി ശിവ അവിടെ നിൽപ്പുണ്ടായിരുന്നു. വളരെ സന്തോഷത്തോടു കൂടി ചിരിച്ച് കളിച്ച് വരുന്ന വർണ്ണയെയും പ്രിയയെയും കണ്ടപ്പോൾ ശിവയ്ക്ക് സമാധാനമായി. കുറേ നാളുകൾക്ക് ശേഷം കോളേജിൽ വരുന്നതിൻ്റെ യാതൊരു ഭാവഭേദവും വർണ്ണയിൽ ഉണ്ടായിരുന്നില്ല. വീട്ടിലെത്തും വരെ കാറിനുള്ളിലിരുന്ന് രണ്ടുപേരും കലപില സംസാരിച്ചു കൊണ്ടേയിരുന്നു. വൈകുന്നേരം ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വർണ്ണ രാജൻ്റെ അടുത്തേക്ക് പോയി. ഇപ്പോൾ ഇതൊരു പതിവാണ്. എന്നും കുറച്ചു നേരം രാജനോടൊപ്പം ഇരുന്നില്ലെങ്കിൽ വർണ്ണയ്ക്ക് ആകെ വിഷമമാണ്. അച്ഛനെ കാണാത്തതിൻ്റെ സങ്കടം മുഴുവനും അവൾ തീർക്കുന്നത് ഇങ്ങനെയാണ്. പ്രതാപൻ്റെ അഭാവം അവൾക്കുണ്ടാകാതിരിക്കാൻ രാജനും അനുവദിക്കില്ല. ഇന്ന് കോളേജിൽ പോയിട്ട് എങ്ങനെയുണ്ട് മോളെ? പതിവ് വർത്തമാനത്തിന് തുടക്കമെന്നവണ്ണം രാജൻ ചോദിച്ചു. കൊള്ളാം അച്ഛാ. മോളുടെ തീരുമാനം എന്തായാലും നന്നായി. കോളേജ് ഡേയ്സ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ആഘോഷിക്കാനുള്ളതാണ്. പിന്നീട് നമുക്ക് ജീവിതത്തിൽ ഇതൊന്നും ഒരിക്കലും തിരിച്ചു കിട്ടില്ല. ഇവിടെ ഞങ്ങളെപ്പോലെയുള്ള കുറച്ച് ആളുകൾ കൂടി ഉണ്ടെന്ന് അച്ഛനും മോളും മറന്നു പോകരുത്. പ്രിയ ശിവയുടെ കൈയും പിടിച്ച് അവിടേക്ക് വന്നു. 2 പേരും കൂടി രാജനെയും വർണ്ണയുടെയും ഇടത്തും വലത്തുമായിരുന്നു. അച്ഛനിപ്പോൾ എന്ത് സന്തോഷമാണെന്നറിയാമോ മക്കളെ? മക്കളുടെയും മരുമകളുടെയും ഒപ്പം ഇങ്ങനെ ചെലവഴിക്കുന്നത്. ഇതൊക്കെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ.
അപ്പോഴേക്ക് സേതു അവിടെ എത്തി. എല്ലാവരും കൂടി സംസാരിച്ചുകൊണ്ടിരുന്നു. രാത്രിയിൽ ശിവ കുളിച്ച് ഫ്രഷായി വരുമ്പോഴേക്കും വർണ്ണ നോട്ട്സൊക്കെ എഴുതുന്നു. ശിവയും കൂടി അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു. ഞാനും കൂടി സഹായിക്കണോ മോളെ എഴുതാൻ? വേണ്ട ശിവേട്ട, ഇനി കുറച്ചും കൂടിയേ ഉള്ളൂ. ശിവേട്ട എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നാൽ മതി. ശിവ അവളുടെ അടുത്തേക്ക് കസേര വലിച്ചിട്ട് നീങ്ങിയിരുന്നു. മുഖത്തേക്ക് പാറി വീണ് കിടക്കുന്ന കുറുനിരകൾ ചെവിക്ക് പിന്നിലായി ഒതുക്കി വെച്ചു. ബാക്കിയുള്ള നോട്ട്സ് കൂടി വർണ്ണ വേഗത്തിൽ എഴുതി തീർത്തു. ശിവ അവളെ ഇരു കൈകൊണ്ടും കോരിയെടുത്ത് ബെഡിലേക്ക് ചാഞ്ഞു. അവളെ വലിച്ചു മാറോട് ചേർത്ത് കിടത്തി. ഞാനൊരു കാര്യം പറഞ്ഞാൽ ശിവേട്ട എന്നോട് ദേഷ്യപ്പെടുമോ? ഞാൻ ഇതുവരെ നിന്നോട് എന്തിനെങ്കിലും ദേഷ്യപ്പെട്ടിട്ടുണ്ടോ വർണ്ണ? അതല്ല ശിവേട്ട, ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം കേൾക്കുമ്പോൾ ശിവേട്ടന് ദേഷ്യം വന്നാലോ? അപ്പോൾ എന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യമാണല്ലോ മോക്ക് പറയാനുള്ളത്. ശിവ എഴുന്നേറ്റ് ബെഡിലേക്ക് ചാരിയിരുന്നു. വർണ്ണയെ എഴുന്നേൽപ്പിച്ച് തൻ്റെ നെഞ്ചോരം ചേർത്തിരുത്തി. ഇനി പറഞ്ഞോ, എന്താ എന്നോട് പറയാനുള്ളതെന്ന്? അത് പ്രിയയുടെ കാര്യമാണ്. പ്രിയയുടെ കാര്യമോ? അതെന്താ പ്രിയയ്ക്ക് പെട്ടെന്നൊരു കാര്യം? ശിവയുടെ നെറ്റി ചുളിഞ്ഞു. കോളേജിലെ ഒരു സാറുമായി പ്രിയ ഇഷ്ടത്തിലാണ്. അതാണോ ഇത്രയും വലിയ കാര്യം? അവൾ എൻ്റെ പെങ്ങളല്ലേ, അങ്ങനെ വരൂ. ഇത് പറയാനായിരുന്നു ഇത്രയും ബിൽഡപ്പ്? അതല്ല ശിവേട്ട, സാർ ഓർഫനാണ്. ചെറുതിലെ അച്ഛനമ്മമാരുപേക്ഷിച്ച് പള്ളിയിലെ ഫാദറാണ് അദ്ദേഹത്തെ വളർത്തിയതും പഠിപ്പിച്ചതും എല്ലാം. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ 4 വീട് അപ്പുറത്ത് താമസിക്കുന്ന സാറാണ്. പള്ളിയിലെ ഫാദർ വന്ന് ഇവിടെ സംസാരിക്കുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്നറിയില്ല. അതുകൊണ്ടാണ് പ്രിയ ഇന്ന് എന്നോട് വിവരം പറഞ്ഞത്. ശിവയുടെ മുഖം ഗൗരവത്തിൽ തന്നെയായിരുന്നു. വർണ്ണയ്ക്ക് അത് കണ്ടപ്പോൾ ചെറുതായി പേടി തോന്നി. അവൾ മുഖമുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി. ശിവേട്ട, എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഞാൻ പറഞ്ഞത് തെറ്റാണോ ശിവേട്ട? നീ പറഞ്ഞത് എങ്ങനെയാടി തെറ്റാവുന്നത്? ഞാനെന്തായാലും നാളെ അയാളൊന്ന് കാണട്ടെ, ഒന്ന് സംസാരിച്ച് നോക്കട്ടെ. അത് കഴിഞ്ഞ് അച്ഛനോടും അമ്മയോടും പറയാം. ഒരാൾക്ക് ആരുമില്ലാതെയായി പോകുന്നത് അത്രയും വലിയ തെറ്റാണോ ശിവേട്ട? ശിവ ഒന്നും മിണ്ടാതെ അവളുടെ മുഖത്തേക്ക് നോക്കി. ഒരാൾക്ക് ആരും ഇല്ലാതായി പോകുന്നത് ഒരിക്കലും അയാളുടെ തെറ്റല്ല മോളെ. അച്ഛനും അമ്മയും ഇതിനെ ഒരിക്കലും എതിർപ്പ് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നേക്കാൾ നന്നായി നിനക്കറിയില്ല അവരുടെ സ്വഭാവം. അറിയാം ശിവേട്ട, എനിക്ക് നന്നായിട്ടറിയാം അച്ഛൻ്റെ അമ്മയുടെയും സ്വഭാവം. അതറിയാവുന്നത് കൊണ്ടല്ലേ ഞാനിപ്പോൾ ശിവേട്ടൻ്റെ ഭാര്യയായി ഇവിടെ കഴിയുന്നത്. അല്ലെങ്കിൽ പിന്നെ എന്നെപ്പോലെ വേണ്ട വർണ്ണ, നമുക്കതിനെക്കുറിച്ച് സംസാരിക്കേണ്ട. വർണ്ണ ശിവയുടെ നെഞ്ചിൽ മുഖം ചേർത്ത് കിടന്നു. ശിവ വർണ്ണയുടെ മുഖം പിടിച്ച് തൻ്റെ നേർക്ക് ഉയർത്തി. അപ്പോഴേക്കും കണ്ണു നിറഞ്ഞ് സങ്കടമായോ? എന്തിനാ വർണ്ണ നീ പിന്നെയും പഴയ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഓർക്കുന്നത്? ഇല്ല ശിവേട്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്. രാവിലെ ശിവ തന്നെയാണ് പതിവ് പോലെ വർണ്ണയെയും പ്രിയയെയും കോളേജിൽ കൊണ്ടുചെന്ന് വിട്ടത്. കാറിലിരിക്കുമ്പോഴൊന്നും ശിവ പ്രിയയുടെ മുഖത്തേക്ക് പോലും നോക്കിയില്ല. കോളേജിലെത്തി കാറിൽ നിന്നിറങ്ങുമ്പോൾ പ്രിയ ശിവയുടെ കയ്യിൽ പിടിച്ചു. ഏട്ടൻ എന്നോട് പിണക്കമാണോ? അവളുടെ തൊണ്ട ഇടറി. ഒരിക്കലും ഞാൻ നിന്നെ ഏട്ടനായിട്ടല്ല മോളെ നിന്നോട് ഇടപെട്ടിട്ടുള്ളത്. നിൻ്റെ ഏറ്റവും അടുത്തുള്ള ബെസ്റ്റ് ഫ്രണ്ട് കൂടിയായിരുന്നു ഞാൻ. എന്നോട് എന്ത് കാര്യവും എപ്പോഴും നിനക്ക് തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. നമ്മൾ അങ്ങനെയായിരുന്നു. എന്നിട്ട് നീ എന്നിൽ നിന്നും ജീവൻ്റെ കാര്യം മറച്ചു വെച്ചത് ഏട്ടന് കുറച്ച് സങ്കടമായി. ചേട്ടനോട് ഒരിക്കലും മറച്ചു വെക്കണമെന്ന് കരുതിയതല്ല. ഏട്ടൻ്റെ മാനസികാവസ്ഥയും ശരിയല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കാര്യം കൂടി പറഞ്ഞ് ഏട്ടനെ സങ്കടപ്പെടുത്താൻ ശ്രമിക്കാത്തത്. നിങ്ങൾക്കാർക്കും ഇഷ്ടമില്ലാത്ത ഒന്നും ഈ പ്രിയ ചെയ്യില്ല ഏട്ടാ. അയ്യേ, ഇത്രയേ ഉള്ളൂ ഏട്ടൻ്റെ പൊട്ടിപ്പെണ്ണ്. ഞാനൊന്ന് കാണട്ടെ എൻ്റെ ഭാവി അളിയനെ. അതും പറഞ്ഞ് ശിവ കാറിലേക്ക് കയറിപ്പോയി. കടലിൽ നോക്കിയിരിക്കുമ്പോൾ ജീവൻ്റെ മനസ്സിൽ ആദ്യമായി ഒരു ആശയക്കുഴപ്പം ഉടലെടുത്തു. എന്താടോ ഒരു ജീവൻ, തനിക്കൊരു സ്റ്റാർട്ടിങ് ട്രബിള് കളിയായിട്ടാണോ ശിവ ചോദിച്ചത്? എനിക്കൊരു തുടക്കം കിട്ടുന്നില്ല എന്നത് സത്യമാണ് ശിവേട്ട. അതിൻ്റെ കുറവുകൾ ഞാൻ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് എനിക്കൊരു തുടക്കം കിട്ടാനുള്ള ബുദ്ധിമുട്ട്. ഒരാൾ അനാഥനാകുന്നത് അയാളുടെ കുറവ് കൊണ്ടല്ല ജീവ. ആ ഒരു പേരിൽ തന്നെ ഒരിക്കലും എൻ്റെ കുടുംബത്തിൽ ആരും മാറ്റി നിർത്തില്ല. ഞങ്ങൾക്കറിയേണ്ടത് ഒന്ന് മാത്രമാണ്, ഞങ്ങളുടെ കുട്ടിയെ താൻ പൊന്നുപോലെ നോക്കുമോ ഇല്ലയോ എന്ന്. പൊന്നുപോലെ നോക്കുമോ എന്നൊന്നും പറയാൻ അറിയില്ല ശിവേട്ട. പക്ഷേ എൻ്റെ ജീവിത അവസാനം വരെ, എൻ്റെ ശ്വാസം എന്നിൽ നിന്നും വിട്ടകലുന്നത് വരെ ഞാൻ ചേർത്ത് പിടിച്ചോളാം എൻ്റെ പെണ്ണിനെ. ആ ഒരു ഉറപ്പ് മാത്രമേ എനിക്ക് തരാൻ കഴിയൂ. മതിയടോ, ഇതിലും വലിയ ഒരു ഉറപ്പ് ഒരാണിനും കൊടുക്കാൻ കഴിയില്ല. അവളൊരു പാവമാണ് ജീവ. ഇപ്പോൾ എനിക്കൊരു സമാധാനമുണ്ട്. ഒരു സുരക്ഷിതമായ കൈകളിൽ തന്നെയാണ് അവൾ എത്തിയതെന്ന്.
ശിവേട്ടൻ വർണ്ണയെ പ്രണയിക്കുന്നത് പോലെയൊന്നും എനിക്ക് പ്രണയിക്കാൻ അറിയില്ല. എങ്കിലും ഞാൻ അതിന് ശ്രമിക്കാം. ഒരു പുട്ടി ചിരിയായിരുന്നു ശിവയ്ക്ക് അതിനുള്ള മറുപടി. എന്നാൽ പിന്നെ ഇനി ഇവിടെ ഇരുന്ന് കടൽക്കാറ്റേക്കണ്ട, വാ നമുക്ക് പോകാം. ശിവ നീട്ടിപ്പിടിച്ച കൈകളിലേക്ക് ജീവൻ കൈകൾ ചേർത്ത് വയ്ക്കുമ്പോൾ ഒരു പുതിയ ബന്ധം അവിടെ തുടങ്ങുകയായിരുന്നു. ഒരു സഹോദര സ്നേഹം. ഇനി ആരുമില്ല, അനാഥനാണെന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, എൻ്റെ കൈ നിൻ്റെ മുതുകിലായിരിക്കും ഏത് നേരവും. പിന്നെ നാളെ തന്നെ വീട്ടിലേക്ക് വന്നേക്കണം കേട്ടോ, അച്ഛനോടും അമ്മയോടും സംസാരിക്കാൻ. ഇനിയും ഇത് വെച്ച് താമസിപ്പിക്കേണ്ട, നമുക്ക് വേണ്ടത് ഉടനെ തന്നെ ചെയ്യാം. ഉച്ചവരെ ജീവൻ കോളേജിൽ ലീവായിരുന്നു. പലപ്പോഴും പ്രിയയുടെ കണ്ണുകൾ ജീവനെ തേടി പാറി നടന്നുവെങ്കിലും എവിടെയും കണ്ടില്ല. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് അടുത്തുള്ള അവർ ക്ലാസ്സിലേക്ക് കയറാൻ പോകുമ്പോഴാണ് ലൈബ്രറി ഭാഗത്ത് ജീവനെ കണ്ടത്. പെണ്ണൊറ്റ ഓട്ടമായിരുന്നു അവൻ്റെ അടുത്തേക്ക്. ഇത് എവിടെയായിരുന്നു സാർ? ഇന്ന് രാവിലെ മുതൽ ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. എനിക്ക് അത്യാവശ്യമായി ഒരാളെ കാണാൻ പോകണമായിരുന്നു പ്രിയ, അതുകൊണ്ട് ഹാഫ് ഡേ ലീവായിരുന്നു. അതാരാ ഇത്രയും അത്യാവശ്യമുള്ള ഒരാൾ? അതൊക്കെ ഉണ്ട്. പിന്നെ വർണ്ണ എന്ന് പറയുന്നു? വീട്ടിൽ ശിവേട്ടനോട് സംസാരിച്ചോ? വർണ്ണ ഇന്നലെ ഏട്ടനോട് സംസാരിച്ചു. ഏട്ടൻ എതിർപ്പൊന്നുമില്ല, സാറിനെ കാണണമെന്ന് പറഞ്ഞിരുന്നു. ഓ, രക്ഷപ്പെട്ടു. അപ്പോൾ ആ ഭാഗം ക്ലിയറായി. ഇനി തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സമ്മതം കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കാര്യം ഓക്കെയാകും. സത്യം പറഞ്ഞാൽ ചിലപ്പോഴെങ്കിലും ഈ ഒറ്റയ്ക്കാക്കൽ വല്ലാത്ത വിഷമമാണെടോ. ഒന്ന് ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കാൻ ആരുമില്ലാതാകുമ്പോൾ തളർന്നു പോകും. അങ്ങനെ ഒരുപാട് അവസ്ഥകളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് താനുണ്ടല്ലോ. അവൾ അറിയാതെ കണ്ണുകളിൽ നീറുരുണ്ടുകൂടി. അവൻ്റെ ഒറ്റപ്പെടൽ മനസ്സുകൊണ്ട് അവളും അറിയുകയായിരുന്നു. അവൻ്റെ വേദനയിൽ അവളും പങ്കുചേർന്നു. ഇനി എന്തായാലും ഒരുപാട് വെച്ച് താമസിപ്പിക്കില്ല. ഞാൻ എത്രയും പെട്ടെന്ന് തൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്, എല്ലാവരെയും കണ്ട് സംസാരിക്കാൻ. ഇനിയും വയ്യ പെണ്ണെ പിടിച്ചു നിൽക്കാൻ. അത്രമാത്രം ഞാൻ ഒറ്റയ്ക്കായി. അവൾക്കൊന്ന് ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കണമെന്ന് തോന്നി. പക്ഷേ സ്ഥലവും സാഹചര്യവും അത്രയും നല്ലതല്ലായിരുന്നു. കുട്ടികൾ ആരൊക്കെയോ ആ ഭാഗത്തേക്ക് വരുന്നത് കണ്ട പ്രിയ വേഗം ക്ലാസ്സിലേക്ക് പോയി. വൈകുന്നേരം വിളിക്കാനായി ശിവ വരില്ലെന്ന് രാവിലെ തന്നെ പറഞ്ഞിരുന്നതിനാൽ പ്രിയയും വർണ്ണയും കൂടി ബസ്സിലാണ് വീട്ടിലെത്തിയത്. വീട്ടിലെത്തുമ്പോൾ ശിവയുടെ കാർ കിടക്കുന്നത് കണ്ട് വർണ്ണയ്ക്ക് ദേഷ്യം വന്നു. ഇവിടെ ഉണ്ടായിരുന്നിട്ടാണോ ഒന്ന് വിളിക്കാൻ വരാത്തേ? മനുഷ്യൻ ബസ്സിൽ തൂങ്ങി ക്ഷമ നശിച്ചു. രണ്ടുപേരുടെയും മുഖം കണ്ടപ്പോൾ ശിവയ്ക്ക് ചിരി വന്നു. രണ്ടുപേരും വന്നതും ആരോടും മിണ്ടാതെ മുറിയിലേക്ക് പോയി. ഇതെന്താ രണ്ടുപേർക്കും ഒരു പിണക്കം പോലെ? സേതുവാണ് ആദ്യം ചോദിച്ചത്. ഞാൻ വിളിക്കാൻ ചെന്നില്ല, അതിൻ്റെ പരിഭവമാണ് എൻ്റെ സേതുക്കുട്ടി. പോടാ, പോയി എൻ്റെ കൊച്ചിൻ്റെ പിണക്കം മാറ്റ്. അപ്പോൾ ഞാനാരാ ഈ വീട്ടിൽ? ഇപ്പോൾ അമ്മയ്ക്ക് അവളെ മതി. ശിവ കള്ളപ്പിണക്കം നടിച്ചു. സേതു എന്തോ പറയാനായി വന്നതും മുറ്റത്തൊരു പുതിയ സ്കൂട്ടി വന്ന് നിന്നു. അതിൽ നിന്നും ഇറങ്ങി വന്ന ചെറുപ്പക്കാരനായ പയ്യൻ ശിവയ്ക്ക് നേരെ കൈനീട്ടി. സോറി സാർ, കുറച്ച് വൈകിപ്പോയി. സാരമില്ല. ശിവനകത്ത് മുറിയിലേക്ക് പോയി. അപ്പോഴേക്കും വർണ്ണ ഫ്രഷായി കഴിഞ്ഞു. ശിവയുടെ മുഖത്തേക്ക് പോലും ഒന്നും നോക്കാതെ വർണ്ണ തോർത്തഴിച്ച് തല തുവർത്തി. ശിവ പിന്നിലൂടെ ചെന്ന് അവളെ വലിച്ച് നെഞ്ചിലേക്ക് ചേർത്തു. എന്താണ് എൻ്റെ പെണ്ണിന് ഇത്രയും പിണക്കം എന്നോട്? അവൻ്റെ ചുണ്ടുകൾ പതിയെ വർണ്ണയുടെ പിൻകഴുത്തി ചുംബിച്ചു. ശിവ വർണ്ണയെ തൻ്റെ നേർക്ക് തിരിച്ചു പിടിച്ചു. ഇന്നിവിടെ ഉണ്ടായിട്ടും ശിവേട്ട എന്താ എന്നെ കൂട്ടാൻ കോളേജിൽ വരാത്തത്? അപ്പോൾ അതാണ് ഈ പിണക്കത്തിന് കാരണം. എൻ്റെ മോക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടിയല്ലേ ശിവേട്ടൻ വരാതിരുന്നത്? അതെന്ത് സർപ്രൈസ്? വർണ്ണ കണ്ണുകൾ വിടർത്തി ചോദിച്ചു. കണ്ണുകൾ വിടർത്തി തന്നെ നോക്കുന്ന പെണ്ണിനെ അവൻ കുറച്ചുകൂടി ചേർത്ത് പിടിച്ചു. ഇങ്ങനെ നോക്കല്ലേ പെണ്ണെ, കടിച്ച് തിന്നാൻ തോന്നുക ഈ കവൾ. വർണ്ണയുടെ മുഖം നാണത്താൽ മൂടി. ശിവ അവളുടെ ചുണ്ടിൽ ചുംബിച്ചു. പെട്ടെന്നാണ് പ്രിയ അകത്തേക്ക് കയറി വന്നത്. അയ്യോ! നിലവിളിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞു നിന്നു. കൈകൾ കൊണ്ട് കണ്ണുകൾ മറച്ചു പിടിച്ചു. ഞാനൊന്നും കണ്ടിട്ടില്ല. സോറി ഏട്ടാ, സോറി. വർണ്ണയും വേഗം ശിവയിൽ നിന്ന് അടർന്നു മാറി. എന്താടി കട്ടുറുമ്പേ നിനക്കിവിടെ കാര്യം? അത് പിന്നെ ശിവേട്ടൻ ഇവിടെ ഉണ്ടായിട്ടും കോളേജിൽ കൂട്ടാൻ വരാത്തത് എന്താണെന്ന് അന്വേഷിക്കാൻ വന്നതല്ലേ ഞാൻ അറിഞ്ഞു ഈ ചെറിയ ഗ്യാപ്പിൽ നിങ്ങൾ കയറി ഉമ്മിക്കുമെന്ന്. ശിവയും വർണ്ണയും ഒന്ന് ചിരിച്ചു. നമുക്കും അവസരം വരും പെണ്ണേ. ആ വന്നേ, ഞാനൊരു സർപ്രൈസ് കാണിച്ചു തരാം. ശിവ രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് സ്റ്റെയർ ഇറങ്ങി. തുടരും.